ആ ഷോക്ക് വിട്ടുമാറാൻ ഏറെ സമയമെടുത്തു. ആക്രമണം നടത്തിയ ആരെയും വ്യക്തിപരമായി അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ജില്ലാ കളക്ടർ വ്യക്തിപരമായി ക്ഷമ പറഞ്ഞതായും അവർ അറിയിച്ചു. പക്ഷേ ഇന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല വളരെ സന്തോഷവതിയായിട്ടാണ് ശ്വേത ഈ വേദി വിട്ടത് എന്നാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജില്ലാ കളക്ടർ മോഹനുമായി 15 മിനിറ്റോളം ടെലിഫോണിൽ അല്പസമയം മുൻപ് ചർച്ച നടത്തി എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രി തേടിയിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും എന്ന് അംഗമായ ലിസി ജോസ് ഇരിക്കുന്നു. ശ്വേതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ലിസി ജോസ് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മയും പ്രശ്നത്തിൽ ഇടപെടും എന്ന് പ്രസിഡന്റും പകരമായി പറഞ്ഞിരിക്കുന്നു. അപമാനിച്ചത് ജനപ്രതിനിധി തന്നെയെന്ന് ശ്വേത തന്നോട് പറഞ്ഞത് അല്പസമയം മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. വഴികാട്ടികളാകേണ്ട ജനപ്രതിനിധികൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് അത്യന്തം അപലപനീയമാണ് എന്നാണ് ഇന്നസെന്റ് പറഞ്ഞിരിക്കുന്നത്. ശ്വേതാ മേനോന് എല്ലാ പിന്തുണയും, കേസിൽ പോവുകയാണെങ്കിൽ എല്ലാ പിന്തുണയും നൽകും. അമ്മ തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. മറ്റ് സംഘടനാ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട ശേഷം അതേക്കുറിച്ച് തീരുമാനിക്കുമെന്നാണ് അല്പസമയം മുൻപ് ഇന്നസെന്റും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീക്ക് നേരെയുണ്ടായ ഈ അപമാനം തീർച്ചയായിട്ടും കേരള പൊതുസമൂഹം അപലപിക്കേണ്ടത് തന്നെയാണ്. ഇതേക്കുറിച്ചുള്ള വലിയ വിവാദമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലത്തെ UDF യോഗവുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആഭ്യന്തര വകുപ്പിന് UDF യോഗത്തിൽ വിമർശനമാണ് ഉണ്ടായിരുന്നത്. APCC കോൺഗ്രസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാൻ യോഗം ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു.